ചങ്ങായിമാരെ, ഇന്നലെ നമ്മള് പോയി ഗുരുവായൂരപ്പനെല്ലാം തൊഴുത് വന്നിട്ടാ. നല്ല അടിപൊളിയായിട്ട് ദർശനം കിട്ടി. ഗുരുവായൂരപ്പന്റെ അന്നപ്രസാദം എല്ലാം കഴിച്ച്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് ഗുരുവായൂർ. ആരെങ്കിലും കഴിച്ചാ? തമ്പുരു ആദ്യമായിട്ടാ? തമ്പുരു ശരിക്കും ഭഗവാനെ കണ്ടിനാ? അതെയാ? ബാക്കി എല്ലാരും നിങ്ങളാദ്യമായിട്ടാ? എല്ലാരും ആദ്യമായിട്ടാ? ഞാനേ ഉള്ളു കേട്ടോ വന്നത്. ഭക്ഷണം കഴിച്ചതാ? തേജു. അപ്പോ നമ്മൾ ഇന്നൊന്നും കൂടി പോവാന്ന് വിചാരിക്കുന്നതാടാ രാവിലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തുള്ള പറ്റുന്നേതെങ്കിലും ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നത് ചങ്ങായിമാരെ. നമുക്ക് നേരെ ഗുരുവായൂരിലേക്ക് പോവാം. ഒന്നും കൂടെ പോവാം. തമ്പുരോട് ചോദിക്കട്ടെ. തമ്പുരു നമ്മളാണ്. പോവാ തമ്പുരു? എന്നാ പോവാ. ചങ്ങായിമാരെ, ഇന്ന് രാവിലത്തെ ഗുരുവായൂരേക്ക് പോകുന്ന കാഴ്ചകളാട്ടാ. ഇന്നും തിരക്കുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെയാന്ന് തോന്നുന്നു. ഗുരുവായൂർ നല്ല തിരക്കുണ്ടാവും. ചങ്ങായിമാരെ, ഇവരെന്തല്ലോ മേടിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ കുറേ സാധനം എന്തെല്ലോ മേടിച്ചിന് കേട്ടോ. ഇന്നലെ ഫോൺ എടുക്കാൻ പറ്റാണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തമ്പുരു 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 എന്നാ വേണ്ടേ? ഉടക്കമല്ല. ചങ്ങായിമാരെ, തമ്പുരു അത് കരസ്ഥമാക്കി. കാണിച്ച മക്കളെ വിട്ടാ ഒന്ന് വിട്ടാ. ഊതണ്ട എങ്ങനെയാക്കിയ അതിങ്ങനെ ആക്കുവാണ്ടേ? ഇങ്ങനെ ആക്കട്ടെ. ഇനിയൊന്നും അമ്മ വേണ്ടേ? എന്ത് പപ്പടം? ആ, ഗുരുവായൂർ പപ്പടം മേടിക്കാൻ പോയാലോ? ആ, അപ്പൊ ഒരു പാക്കറ്റ് പപ്പടം എടുക്കുമ്പോ ഒരു പാക്കറ്റ് പപ്പടം ഫ്രീ. പപ്പടം 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 1.5 പപ്പടം. വലിയ പപ്പടം കണ്ട എങ്ങനെ പറയാ? വലിയ വട്ട പോലത്തെ. നമ്മുടെ നാട്ടില് വട്ട എന്ന് പറയുന്ന സാധനം. അത്ര വട്ടമുണ്ട്. ചപ്പാത്തി ഇത്രയും ഉണ്ടാവുക? ചപ്പാത്തിന്റെ കൈമലുള്ള എത്ര ഉണ്ടാവും? ചങ്ങായിമാരുടെ സംഭാർ റെഡി ആകുന്നുണ്ട് കേട്ടോ. ഗുരുവായൂർ ദേവസ്ഥയുടെ അറിയാനുള്ള സംഭാരം റെഡിയാക്കി. ചങ്ങായിമാരെ, വലിയ കടല പോലത്തെ പപ്പടെല്ലാം മേടിച്ചിട്ടുണ്ട്. തേജു അമ്മയും മേടിച്ചിട്ടുണ്ട് പപ്പടം.
അങ്ങനെ വരെ സംഭാരം. അടിപൊളി സംഭാരം. ഗുരുവായൂർ ദേവസ്ഥ ചൂടിന് തണുപ്പ് നൽകാൻ വേണ്ടി അടിപൊളി സംഭാരം. രുചി പറ. അടിപൊളിയല്ലേ? കുറച്ച് ഉപ്പ് കുറവാ. എങ്ങനെയുണ്ട്? അടിപൊളിയാ. എങ്ങനെയുണ്ട് അമ്പുരോ? ടേസ്റ്റ് ഉണ്ടാ? ആ അടിപൊളിയാന്ന് പറ. അടിപൊളിയാ. പഠിക്കണേ. പാകവാ ഇതിട്ടോക്കി ഇതാ മോളെ അമ്പാടി കണ്ണിതാ. ആ അടുത്തേ കഴിക്കല്ലേ, അടുത്തേ കഴിക്കിടും. ഓ ശരിക്കും കൈ കാണിച്ചു. എനിക്കൊരു ചായ പിടിക്കട്ടാ. ചായ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് തമ്മിലെന്തോ പറയുന്നുണ്ട്. തളർന്നല്ല പർച്ചേസ് ചെയ്തിട്ട് തളർന്നല്ല നീ തമ്മിൽ എന്തെല്ലാം സാധനം മേടിച്ചേ പർച്ചേസ് ചെയ്തേ പറ. മേടിച്ചേ നീ? മക്കള് വന്നിരിക്കുന്നേ പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങനെ ഇന്ത്യ വരച്ചുള്ള സാധനവും പിന്നെ പപ്പടവും ഉണ്ടല്ലോ. ഇന്ത്യ വെച്ച സാധനം അശോക ചക്ര നിന്റെ മോതിരം കാണിച്ചു കൊടുത്താ അനങ്ങാണ്ട് പിടിക്കും. ഇതാണ് മോതിരം കേട്ടോ. ഞങ്ങളെ പിന്നെ വേറെ പപ്പടം മേടിച്ചിട്ടില്ലേ? വേറെയോ? പിന്നെ ഒരു ചെറിയ പപ്പടത്തിൽ ഒരു കറുപ്പ് കൃഷ്ണന്റെ കണ്ട് കണ്ട് ചായ കുടിക്കാം അല്ലേ അമ്പരോ? പുട്ടും കടലയും വടയും ചട്നിയും എല്ലാം വന്നിട്ടുണ്ട് തമ്പുരോ. അടുത്ത് അടിക്കണം. ചങ്ങായിമാരെ നമ്മളെ വീടിന് റൂം വെക്കേറ്റ് ചെയ്ത് പോക്കാട്ടാ. ഇനി മമ്മിയൂരേക്ക് പോകണം. മമ്മിയൂർ പോയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റുമോ നോക്കിയിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോകണം. അടുത്തുള്ള തിരക്ക് നോക്കട്ടെ, എന്നാലേ നമുക്ക് പറയാൻ പറ്റും. തമ്പുരോ ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട്. തമ്പുരോ ഡാൻസ് കളി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ ചങ്ങായിമാരെ ഇനി മമ്മിയൂർന്ന് കാണാം. ചങ്ങായിമാരെ മമ്മിയൂരേക്കുള്ള യാത്ര. മമ്മിയൂർ എത്താനായി കേട്ടോ. ഇപ്പൊ എത്തും മമ്മിയൂർ. ഇതാ ചങ്ങായിമാരെ അടുത്ത ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ അമ്പലം. മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഇതാണ് കേട്ടോ. ചങ്ങായിമാരെ മമ്മിയൂർ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള കേട്ടോ. ഇത് നവീകരണ പ്രവൃത്തിയെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറിയില്ല. പുറത്തുനിന്ന് എടുക്കുന്ന കേട്ടോ വീഡിയോ.
ഇറങ്ങിയേട്ടാ. ഇനി തൃപ്രയാറൊക്കെ നമ്മള് പോകുന്നു. 25 കിലോമീറ്റർ ഉണ്ടോ അവിടെ. തമ്പുരോട് ഒരു കാര്യം ചോദിക്കാന്ന് വെച്ചിട്ട് മറന്നു ചേട്ടാ. തമ്പുരു എടുത്തു. തമ്പുരു നിങ്ങൾക്ക് വിട്ടാ. തമ്പുരു അന്നേ ഗുരുവായൂർ പോകണം എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ പോയിട്ടുള്ള കറക്റ്റ് വിശേഷം നമ്മൾ ചോദിച്ചില്ല. നമുക്ക് ചോദിച്ചോക്കാലോ എങ്ങനെ പറയാം. തമ്പുരു മോളെ ഗുരുവായൂരപ്പനെ കാണണമെന്ന് കൊറേ ആയില്ലേ പറയുന്നു. ഗുരുവായൂർ പോകാൻ പോയിട്ട് എന്തുണ്ട്? പോയിട്ട് നല്ല വൃത്തിയുണ്ട്. നമ്മള് ഗുരുവായൂരപ്പനെ കണ്ട്. നമ്മള് ഗുരുവായൂരപ്പനെ 1.5 കിലോമീറ്റർ പോണം. പിന്നെ കുറച്ചാടുന്ന് കളിച്ചാനും മേടിച്ച്. ഗുരുവായൂരപ്പനെ ശരിക്കും ദർശനം കിട്ടീനാ? നല്ലോണം കണ്ടിരുന്നു. നല്ലോണം കണ്ടി. തിരക്കൊന്നും ഇല്ലേനോ അല്ലേ? അതുകൊണ്ട് നല്ല വൃത്തിക്ക് കണ്ടില്ലേ? മമ്മിയൂര് പോയി നേർക്കന്നെ. മമ്മിയൂരിന്ന് ആരാ കണ്ടേ? നന്ദിനോട് പറഞ്ഞത് പറ. നന്ദിനെ കണ്ടിട്ട് നന്ദിയോട് പ്രാർത്ഥിച്ച് പറ. നന്ദിന്റെ ചെവി പറഞ്ഞ ആരാ മാവനെ പറ്റി പറഞ്ഞ? ഒന്നും പറയൂല. പറഞ്ഞാ ഫലിക്കൂല. എന്നാ ഈ സന്തോഷത്തിലൊരു പാട്ട് പാടുന്ന വരും. ഓക്കെ. ഏതോ ഒരു പാലത്തിന്റെ മേലോട്ട് നമ്മൾ കയറ്റി പോകുന്നുണ്ട് കേട്ടോ. ഈ പാലം ഏതാന്ന് അറിയുന്ന അവര് കമന്റ് ചെയ്യണേ. ചങ്ങായിമാരെ നമ്മളെ തൃപ്രയാർ അമ്പലത്തിന്റെ കവാടം കഴിഞ്ഞേട്ടാ. കവാടം എടുക്കാൻ പറ്റിയില്ല. തൃപ്രയാർ അമ്പലത്തിലേക്ക് പോകുന്ന റോഡിലേക്കാ ഉള്ളേ. ഇനി ഇവിടുന്ന് അത്രേ ഉള്ളൂ. 900 മീറ്റർ അത്രേ ഉള്ളൂ. 600 മീറ്റർ തന്നെ ഉള്ളൂ. തൃപ്രയാർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്ന കേട്ടോ. ഇതാണ് ഹനുമാന്റെ അമ്പലം കേട്ടോ. ഹനുമാന്റെ അമ്പലത്തിൽ കയറിയതിന് ശേഷമാണ് ഉള്ളിൽ കയറേണ്ടത് കേട്ടോ അമ്പലത്തിന്റെ. ചങ്ങായിമാരെ ഇതാണ് പള്ളിയോടം കേട്ടോ. ഇതാരോ ഡൊണേറ്റഡ് ബൈ ദേവകി ഡയറി തൃശ്ശൂർ. എന്താ സ്വർണത്തിൻ്റെ ഇതാന്ന് തോന്നുന്നു. ഹനുമാൻ ഇരിക്കുന്നുണ്ടോ? ഇതൊന്നും സംഭവം പറഞ്ഞാട്ടെ. പള്ളിയോടം ചങ്ങായിമാരെ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പുഴേന്റെ കരക്കാട്ടാ. പള്ളിയോടം കാണാൻ വന്ന ജനങ്ങളാണിത്. ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാല് പൊള്ളിട്ടാണ് ജനങ്ങൾ വരുന്നത്. എങ്ങനെ കാല് പൊള്ളി ജനങ്ങളെ? വെയിലത്ത്. വെയിലത്താ? ഇടുന്ന ഇടുന്ന പൊള്ളിയെ? അതെയാ? 1986 കുളിച്ചു. അമ്മ പള്ളിയോടം കണ്ടാ? പള്ളിയോടം കണ്ടില്ല. ഇതാ കണ്ണാടി എടുക്കുന്നുണ്ട്.
അടുത്ത നമ്മളെ എങ്ങോട്ടൊക്കെ പോകുന്നത്? മീനോട്ട് കടപ്പി ഇല്ല, നമുക്ക് പോവാ. അമ്മ വാ. ഞാൻ കേട്ടാ മീനിട്ടോട് എങ്ങനെ പറയാ, നടയെ അടിച്ചോണ്ട് പൂട്ടിട്ടുള്ളേ. മോളെ കാണുന്നില്ല. അവിടെ വെടിവഴിപാട് കഴിപ്പിക്കുന്ന സ്ഥലം കേട്ടാ. ഞാൻ പറയാം ചങ്ങായി പറയാം, നമ്മളിത് ഇവിടെ സ്വാമീൻ്റെ അടുത്തുള്ള കേരി നല്ല അടിപൊളിയായിട്ട് ദർശനം കിട്ടി, ഭക്ഷണമെല്ലാം കഴിച്ചു വരുന്നേട്ടാ. ഇനി എടുത്ത് മടങ്ങിപ്പോക്കാം. ഇനി അടുത്തേക്കാൻ പോകണം. ഇതും പോകണ്ട, നമുക്ക് വണ്ടിയിലെത്തിയിട്ട് തീരുമാനിക്കാം. ചങ്ങായിമാരെ നമ്മൾ വണ്ടിയിലെത്തി കേട്ടാ. വേണ്ട എല്ലാരും ഐസ് മറ്റേ സിപ്പപ്പ് നിന്നണ്ട. എനക്കും നമ്മക്ക് മേടിച്ചു തരാൻ ആരുമില്ല. ആരെങ്കിലും എന്താ പറയണേ? നമുക്ക് മേടിച്ചു തരാൻ പറ്റിയ ആരും കണ്ട പറയണേ, കമന്റ് ചെയ്യണം കേട്ടോ. ലൈവ് എനിക്ക് വന്നിട്ടില്ലേ? നീ കഴിക്കുന്നതായിട്ട് വേണ്ട കുടിക്കട്ടില്ലേ? ചങ്ങായിമാരെ നമ്മളിതാ ഇവിടുന്ന് തിരിച്ച് ഇനി കാടാമ്പുഴക്കൊക്കെ പോകുന്നേട്ടാ. തമ്പുര സിപ്പപ്പ് വലിച്ചു കുടിക്കുന്ന ഒച്ച കേട്ടാ നിങ്ങള്, നമുക്കൊന്നും തരാണ്ട്. ഇനി കാടാമ്പുഴക്കൊക്കെ ആണ് പോകുന്നത്. അങ്ങോട്ടൊക്കെ പോകുമ്പോഴുള്ള കാഴ്ചകൾ കണ്ടു പോയി നമുക്ക് കാടാമ്പുഴക്കൊക്കെ പോകാം. ചങ്ങായിമാരെ ഒരു മനോഹരമായ സ്ഥലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാ. കുറച്ച് കഴിഞ്ഞ വീഡിയോ എടുക്കാൻ അങ്ങ് ലോങ് കാണുന്നുണ്ടാ. കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയി. ഇതാ വീണ്ടും കാഴ്ചകൾ തിരിച്ചു വരുന്നുണ്ട്. ഇല്ല, കഴിഞ്ഞു പോയി. ആ രസമുള്ള സ്ഥലം കഴിഞ്ഞു പോയി. വല്ല ഡാം ഇടത്തിലോട്ട് പോക്കാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചെന്ന വെയിലോട്ടാ. അങ്ങനെ മാറേ ഇതാ കാടാമ്പുഴ അമ്പലത്തിൽ എത്താനായി കേട്ടാ. ഇനി 1/2 കിലോമീറ്ററും കൂടി ഉള്ളൂ, 500 മീറ്റർ. ചങ്ങായിമാരെ നമ്മളെത്തി ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. അമ്പലം അതിന്റെ അപ്പുറത്തായിരിക്കും അല്ലേ? ചങ്ങായിമാരെ കാടാമ്പുഴ ഇപ്പം നട തുറന്നേട്ടാ. 4 മണിക്ക് നമ്മള് പോയി കേറട്ടെട്ടാ. കാടാമ്പുഴയിലേക്ക് പോക്കാന്ന്. ആടുന്നെല്ലാം മടങ്ങി കാടാമ്പുഴയിലേക്ക്. ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് ഒരിടത്തേക്കാ നമ്മള് കേറട്ടെ അങ്ങനെ പറയാം. കാടാമ്പുഴ അമ്പലത്തിലേക്ക് ഇറങ്ങിപ്പോന്ന വഴിയാട്ട. അങ്ങനെ പറയുന്നത് എല്ലാരും ക്ഷേത്രക്കുളത്തിലേക്ക് പോകുന്ന ചേട്ടാ. കാല് കഴുകാൻ ക്ഷേത്രക്കുളത്തിലേക്കുള്ള വഴി. കുളം അടിപൊളി മീൻ. ഇത് നിങ്ങൾ കാണൂല കേട്ടോ. എങ്ങനെ പറയാം, കാണുമെന്നറിയില്ല. കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, ഇത് കാണുന്നില്ല. എന്താ ചങ്ങായിമാരെ കണ്ട വലിയ മീനിനെ കണ്ട, കിടുക്കാച്ചി മീൻ കേട്ടാ. ചങ്ങായിമാരെ വേറൊരു കുഞ്ഞു മീനിനെ കണ്ട. നാമത് എന്ത് മീനാണ്? വെന്തിയിലേ പോകുന്നുണ്ട്, പക്ഷെ വെള്ളത്തിന്റെ അലയലകൾ കൊണ്ട് കിട്ടുന്നില്ല. നല്ല വലിയ മീനായിട്ട്. ഇത് കുറെ കൊല്ലായി മീൻ.
നിങ്ങൾ കാടാമ്പുഴ ഭഗവതിനെല്ലാം കണ്ടില്ലേ? കണ്ടു. നിങ്ങളെപ്പം കാടാമ്പുഴ ഭഗവതിനെ കാണുന്ന വിചാരിച്ചു ഞാൻ ഒരിക്കൽ കണ്ടു. എപ്പോ? നമ്മള് അമ്പലത്തിൽ നിന്ന് തീർത്ഥയാത്ര മറ്റേ ഇതില്ലേ എന്നാണ് നാലമ്പലത്തിൽ വരുന്ന അന്നേരത്ത് വന്നേ. കാടാമ്പുഴ നേരം നല്ല വൃത്തിക്ക് തൊഴാൻ പറ്റില്ല. നല്ല വൃത്തിക്ക നേരം ഭയങ്കര തിരക്കാണ്. ഇപ്പൊ നല്ല സമാധാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നാലമ്പലത്തിൽ വരുന്ന കർക്കിടക മാസത്ത് നല്ല സമാധാനത്തിൽ തൊഴാൻ പറ്റില്ല. സമാധാനത്തിൽ തൊഴുത്. എങ്ങനെയുണ്ട് പിന്നീട് വന്നിട്ട്? വന്നിട്ട് നല്ല തന്നെ, എല്ലാം നല്ല തന്നെ. എന്നാ പറയണ്ടേ, നമുക്കൊരു തേങ്ങയും കൂടെ മുട്ടിക്കളയാം. കല്യാണം നടക്കുന്നവരും തേങ്ങ മുട്ടില്ല, അതും കൂടി ഒന്ന് മുട്ടിക്കളയാം. എല്ലാ വിധത്തിലും ദൈവത്തിനെ പ്രാർത്ഥിച്ചോക്കാം, കിട്ടുമെങ്കിൽ അത്രേ പറയാനുള്ളൂ. എല്ലാം ദൈവം തന്നെ സഹായിച്ചിട്ടാക്കി തരട്ടെ. നമുക്ക് തേജുവിനോട് ചോദിച്ചേക്കാം. തേജു പറ, എപ്പം കാടാമ്പുഴ വന്നിട്ടുണ്ടോ? മലക്കോലൂരും വന്നില്ല? ഓർമ്മയില്ല. ഇപ്പം ശരിക്കും പ്രാർത്ഥിച്ചില്ല? എന്നാ പ്രാർത്ഥിച്ചേ? അതിപ്പോ പറയാൻ പാടില്ലല്ലോ. അവന് വേണ്ടി പ്രാർത്ഥിച്ചില്ല? അതെയാ. നമുക്ക് ബാക്കി തമ്പുരും അവരെല്ലാം വന്നിട്ട് അവൻ ചോദിക്കാമല്ലേ, അവർ തേങ്ങ മേടിക്കാൻ പറ്റും, നമുക്ക് വന്നിട്ട് ചോദിച്ചോ. അടിപൊളി. തമ്പുരു എന്നാ അത്? ഭഗവാനും ആനയും മത്സ്യകന്യകയും പിന്നെ എന്തോ ഒരു സാധനം പിന്നെ ഒരു ദൈവം കൂടി. ചങ്ങായിമാരെ, ഇതെല്ലാം കാടാമ്പുഴ അമ്പലത്തിന്റെ മുന്നിൽ ആക്കി വെച്ചതാ കേട്ടോ. കൈയിടാൻ പറ്റുന്നില്ലല്ലോ. മത്സ്യകന്യകയും അതാരാ? നരസിംഹല്ലേ? നരസിംഹം, വരാഹം. ഇത് ഇതിന്റെ പേര് കൽക്കിയല്ല, എന്നിട്ടിപ്പോ മറന്നല്ലോ, പേര് മറന്നുപോയി. ആ വരാഹന്യാ, അതെ വരാഹം. ചങ്ങായിമാരെ, തമ്പുരു തണുത്തോളം കുടിക്കുന്നുണ്ട് കേട്ടോ. കാടാമ്പുഴ അമ്പലത്തിൻ്റെ മുന്നിൽ തമ്പുരു തണുത്തോളം കുടിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും വൈറലാക്കി കൊടുക്കണേ. അവൾ എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നേ, ആദ്യമായിട്ടുള്ള സംഭവമാണ്. മതിയാ? ചങ്ങായിമാരെ, കാടാമ്പുഴ അമ്പലത്തിൽ നിന്ന് മടങ്ങുന്നു കേട്ടോ. ആ 4 അമ്പലം ഏതാ? തമ്പുരുവിന് പറയാൻ കിട്ടും നോക്കട്ടെ. തമ്പുരു ഇപ്പൊ നമ്മൾ പോയ 4 അമ്പലത്തിന്റെ പേര് പറഞ്ഞ? പിന്നെ 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 എല്ലാം പറഞ്ഞു തന്നിട്ട് പറഞ്ഞത്. ചങ്ങായിമാരെ, കാടാമ്പുഴ അമ്പലത്തിന്റെ മേലെ ചെടികൾ നട്ട് വളർത്തിയത് നിങ്ങൾ കാണുന്നത്. കാരണം അമ്പലത്തിന്റെ മേലെ എന്നുള്ള ദൃശ്യം കേട്ടോ. മേലെ നോക്കുമ്പോൾ അമ്പലം ഇങ്ങനെ ഉണ്ടാവും. ചങ്ങായിമാരെ, നമ്മള് ഏകദേശം വടകര എത്താനായി. ചായ കുടിക്കാൻ കയറിയിട്ടുള്ളേ വടകര തന്നെയാ. തമ്പുരു എന്നാ ഓർഡർ ചെയ്തു നീ? ഞാൻ ഓർഡർ ചെയ്ത ചിക്കനും പൊറോട്ടയും. തമ്പുരിന്റെ ഫേവറേറ്റ് ആയിട്ടാ. അതെയാ? തേജുവിന്റെ ഫേവറേറ്റ് എന്നാ? എനിക്ക് എന്തായാലും കഴിപ്പിക്കാം. അമ്മേന്റെ ഫേവറേറ്റ് ചപ്പാത്തിയും കുറുമയും. മാമന്റെ ഫേവറേറ്റ് നൈസ് പത്തിരിയും ചില്ലി ചിക്കനും. ചങ്ങായി വരെ നമ്മളെ സാധനം എത്തിയട്ടാ. നൈസ് പത്തിരി, പൊറോട്ട. ഏതാ? ആട്ട പൊറോട്ട മറ്റേ പൊറോട്ട? ആട്ട പൊറോട്ട, സാധാ പൊറോട്ട. അമ്മേന്റെ ചപ്പാത്തി,
അമ്മ എന്താ പറയല്ലേ? ഒന്നും പറയാനില്ല മോനെ. അടിച്ചു മാറിക്കൊന്നും നോക്കണ്ട. അടിച്ചു മാറി തുടങ്ങി. തമ്പുരിന് കറി അലർജിയാണ്. ഒരു ആക്രാന്തം പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. വേറെ ഫ്രൈ അല്ല ചിക്കൻ 65 എടുത്തോ എല്ലാവരും. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ ചങ്ങായിമാരെ. അങ്ങനെ നമ്മളിതാ ചേലോര ഇട്ട് കേട്ടാ. ഇപ്പൊ സമയം 11:25. ഭക്ഷണം കഴിക്കുന്ന എണ്ണയടിച്ച് ബ്ലോക്കും നല്ല ലേറ്റ് ആയി കേട്ടാ. തമ്പുരു മോളെല്ലാം നല്ല ഉറക്കത്തില് എണീച്ചിട്ടുണ്ട്. തമ്പുരു എന്താ പറയാനില്ല, വേ പറയും. നമ്മള് പോട്ടെ. എന്തുണ്ട് നമ്മളെ യാത്ര? സൂപ്പറാ? അതെയാ? വേറെ ഒന്നും പറയാനില്ല. എന്നാ പിന്നെ നമ്മള് പോട്ടെ. നീ വരുന്ന അങ്ങ് വരുന്ന എന്താ ഇതുവല്ല പുറത്താക്കി സാധനം എടുക്കലോ. ഞാൻ തന്നില്ല. ബൈലും കൊടുക്കാണ്ട് ഉറങ്ങണേ. അങ്ങോട്ടാക്കി തരണ. എന്നാ ശരി, ഓക്കെ, ബൈ ബൈ. ചങ്ങായിമാരെ നമ്മള് വീട്ടിലെത്തിട്ടാ. അങ്ങനെ നല്ല ഒരു യാത്ര കഴിഞ്ഞെത്തി. ഒരു തട്ടുമുട്ടും കൂടാണെങ്കിൽ തിരിച്ചെത്തിച്ചല്ലേ. അതെ, നമ്മളെ ചങ്ങായിമാരുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ അടുത്ത് പോയ ഒരു ഇതെല്ലാം കൊണ്ട് നല്ലൊരു ഇതായിട്ട് തിരിച്ചു വന്നു. എന്നാ പറയാനല്ലേ നമ്മക്ക് കൊറേ കാലായിട്ട് വിചാരിച്ച ആഗ്രഹം നടന്നല്ലേ. നടന്ന് അത്ര തന്നെ. കൊറേ ദൈവത്തിനെയും കണ്ട് എല്ലാം കണ്ട് നല്ല സുഖകരമായിട്ട് നമ്മൾ ഇവിടെ എത്തി. അമ്മ ഗുരുവായൂർ പോണെന്ന് ഇവര് മാത്രല്ല, ഇതും തമ്പുരും അളിയും തേജുവെല്ലാം വിചാരിച്ചിട്ടും ഗുരുവായൂർ പോണെന്ന്. പക്ഷെ നമ്മള് 3-4 സ്ഥലത്ത് വേറെയും പോയി അല്ലേ. എന്നാ പറയല്ല തേജസ്സിന് നല്ല അനുഭവം വരുന്നേ. എല്ലായിടത്തും വേറെ വെച്ചാൽ നല്ല ദർശനം കിട്ടി. തിരക്കും കുറവ്, എല്ലാം അടിപൊളിയായിട്ട് കണ്ട്. അതാണ് വേറെന്നാ പറയാ. അപ്പൊ നമ്മളെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കലാട്ടാ. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.